ശ്രീമന്നാരായണീയം ദശകം 20 ഋഷഭയോഗീശ്വര ചരിതം ശ്ലോകം 2. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഭിഷ്ടുതസ്തത്ര മുനീശ്വരൈസ്ത്വം രാജ്ഞസ്സു തുല്യം സുതമർഥ്യമാന സ്വയം ജനിഷ്യേകമിതി ബ്രുവാണ സ്ഥിരോദതാ ബർഹിഷി വിശ്വമൂർത്തേ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു പ്രിയവ്രതന്റെ പുത്രൻ ആഗ്നേധ്രന്റെ പുത്രൻ നാഭി. ഈ നാഭി ഭഗവാനെ പ്രീതിപ്പെടുത്തുവാനായിട്ട് സന്തോഷിപ്പിക്കുവാനായിട്ട് യാഗം അനുഷ്ഠിച്ചു. അങ്ങനെ യാഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ വരങ്ങളെയും നൽകുന്നവനായ സാക്ഷാൽ ഭഗവാനെ അവിടെ ദർശിച്ചു, കണ്ടു. വിശ്വമൂർത്തേ, സർവസ്വരൂപ, സർവവ്യാപിയായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ കുടികൊള്ളുന്നവനായ ഭഗവാനെ, തത്ര, അവിടെ. അവിടെ എന്ന് പറഞ്ഞാൽ ആ യാഗം നടക്കുന്ന ആ സ്ഥലത്ത്, യാഗമധ്യത്തിൽ, യാഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത്, മുനീശ്വരൈ, മുനിശ്രേഷ്ഠന്മാരാൽ അഭിഷ്ടുത, ചുറ്റും നിന്ന് സ്തുതിക്കപ്പെട്ടവനും. ഭഗവാനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുനിമാരെല്ലാവരും ഭഗവാന്റെ ചുറ്റും നിന്ന് ഭഗവാനെ സ്തുതിച്ചു. അങ്ങനെ സ്തുതിക്കപ്പെട്ടവനും രാജ്ഞ നാഭിക്ക് സ്വതുല്യം സുതം, നിന്തിരുവടിക്ക് തുല്യനായ സുതം, പുത്രനെ അർധ്യമാന, പ്രാർത്ഥിക്കപ്പെട്ടവനും. ഇവിടെ യജമാനനായിട്ടുള്ള നാഭിയല്ല ഭഗവാനോട് ഭഗവാനെ പോലുള്ളൊരു പുത്രനെ വേണം എന്ന് ഇവിടെ പറയുന്നത്. ഇവിടെ യാഗത്തിൽ വന്നു ചേർന്ന ഋഷിമാരാണ് അവിടെ പ്രത്യക്ഷപ്പെട്ട ഭഗവാനോട് നാഭിക്ക് വേണ്ടിയിട്ട്, രാജാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത്. നാഭിക്ക് ഭഗവാന് തുല്യനായിട്ടുള്ള ഒരു പുത്രനെ നൽകണം എന്നവര് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ മുനിമാരാൽ പ്രാർത്ഥിക്കപ്പെട്ടവനുമായ അർഥ്യമാന, പ്രാർത്ഥിക്കപ്പെട്ടവനുമായ ത്വം, അവിടുന്ന്, നിന്തിരുവടി, അഹം സ്വയം ജനിഷ്യേ. ഭഗവാൻ ഇവിടെ അവരോടായിട്ട് പറഞ്ഞു, അഹം, ഞാൻ, സ്വയം, ഞാൻ തന്നെ, ജനിഷ്യേ, അവതരിച്ചു കൊള്ളാം. തനിക്ക് തുല്യനായിട്ട് താൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ പറയുകയാണ്, എല്ലാവരോടുമായിട്ട് ഭഗവാൻ പറയുകയാണ്, ഞാൻ തന്നെ പുത്രനായിട്ട് അവതരിച്ചു കൊള്ളാം. ഇതി ബ്രുവാണ എന്ന് പറഞ്ഞുകൊണ്ട് ബർഹിഷി, യാഗാഗ്നിയിൽ തിരോധത, മറഞ്ഞു. ഭഗവാൻ യാഗാഗ്നിയിലേക്ക് മറഞ്ഞു. അനുഗ്രഹം കൊടുത്തതിന് ശേഷം ഭഗവാൻ അവിടെ നിന്നും പ്രത്യക്ഷനായി. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.